ഈ റെക്കമെൻഡിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാചകമാണ്, ഇല്ലാ ശുഫിഉ ഫീ, മയ്യിത്ത് നിസ്കരിക്കുന്നവരുടെ റെക്കമെൻഡ് അല്ലാഹു സ്വീകരിക്കും. കേട്ടോ? അപ്പോ ചില ആളുകളുണ്ട് എന്തേ റെക്കമെൻഡ് അള്ളാഹ്ക്ക് മാത്രമൊന്നുണ്ട്. അള്ളാഹു തആല റെക്കമെൻഡിനുള്ള അവകാശം കൊടുത്താലും ഇല്ലാതാ. അപ്പൊ എല്ലാ മുഅ്മിനീങ്ങൾക്കും റെക്കമെൻഡിന് അവകാശമുണ്ട്. മരിച്ചവരുടെ പേരിൽ റെക്കമെൻഡ് എല്ലാ മുഅ്മിനീങ്ങളും ചെയ്യുന്നു. ഇനി സുഹൃത്തുക്കളെ, മലക്കുകൾ അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനില് യസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള മുഅ്മിനീങ്ങൾക്ക് ദോഷം പുറത്തു കൊടുക്കാൻ മലക്കുകൾ ആവശ്യപ്പെടുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് ഖുർആനിലുണ്ട്. ഇനി നിങ്ങൾ ഖുർആൻ മറിക്കൂ സുഹൃത്തുക്കളെ, എല്ലാ മുഅ്മിനീങ്ങൾക്കും ദോഷം പുറത്തു കൊടുക്കാൻ വേണ്ടി പറയുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു പറയുന്ന നബിതങ്ങളോട് ഫലമ്മന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാരുടെയും ഈമാനുള്ള സ്ത്രീകളുടെയും ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ. ഇവിടെ റസൂലുള്ളാഹിന്റെ ഭൂമി ലോകത്തുള്ള ജീവിതകാലത്തെന്നോ വഫാത്തിന് ശേഷമെന്നോ വ്യത്യാസം ഖുർആൻ പറഞ്ഞിട്ടില്ല. എല്ലാ മുഅ്മിനീങ്ങൾക്കും തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം, എല്ലാ ഈമാനുള്ള സ്ത്രീകൾക്കും റെക്കമെൻഡ് ചെയ്യണം. വസ്തഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിന വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ലിദംബിക എന്നതിന് പണ്ഡിതന്മാർ പല വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അങ്ങയ്ക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി, മറ്റൊരർത്ഥം അങ്ങയുടെ കുടുംബത്തിന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി. അങ്ങനെ പല വ്യാഖ്യാനവും മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈമാനുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അല്ലാഹുവിന്റെ റസൂല് റെക്കമെൻഡ് ചെയ്യുന്ന ആളാണെന്ന് ഖുർആൻ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ റെക്കമെൻഡ് അംഗീകരിക്കാത്തവൻ മുഅ്മിനല്ലെന്ന് ഖുർആൻ. ഇദാ ഖീല ലഹും യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ലുന്നു, നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നു, സകാത്തും കൊടുക്കുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണമെന്ന് പറയുമ്പോ എന്റെ ദോഷം പുറത്തു തരാൻ തങ്ങളെന്ന് പറയണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയണമെന്നാവശ്യപ്പെടുമ്പോ കപട വിശ്വാസികളായ ആളുകൾ അതാ അവർ തലതിരിച്ചു കളയുമെന്നും അവരാ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്നും അങ്ങനെ റസൂലുള്ളാഹിനോട് റെക്കമെൻഡ് ആവശ്യപ്പെടുന്നവരെ അവർ തടയുമെന്നും മുനാഫിഖുകളുടെ ലക്ഷണമായി സൂറത്തുൽ മുനാഫിഖൂനയിൽ അല്ലാഹു പറയുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ റെക്കമെൻഡ് തേടാത്തവർക്ക് ഈമാനില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നബി തങ്ങളെ റെക്കമെൻഡ് തേടിയേ പറ്റൂ. ഇനി അതേ ഖുർആൻ തന്നെ വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ അടക്കം എടുത്തു നോക്കിയാൽ നബി തങ്ങളെ വഫാത്തിന് ശേഷം നബി തങ്ങളെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് പോലും നബി തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണമെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അതാ രേഖപ്പെടുത്തുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അതാ പറഞ്ഞത്, വഫാത്തിന് മുമ്പും ശേഷവും വ്യത്യാസമില്ല അബൂ ജഅഫറേ, നബി തങ്ങളോട് നിങ്ങൾ ശുപാർശ തേടിക്കോ. വസ്തശ്രീബിഹി, നബി തങ്ങളോട് റെക്കമെൻഡ് തേടിക്കോ. അതിന് ഖുർആനിൽ ആയത്ത് തെളിവുണ്ടെന്ന് പറഞ്ഞത് ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദ് മാലിക് ഇമാം തങ്ങളാണ്. മുസ്ലിമേ, ഇനി നീ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ സംശയിക്കണോ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ? മലക്കുകൾക്ക് റെക്കമെൻഡ് ഉണ്ട്, ഔലിയാക്കൾക്ക് റെക്കമെൻഡ് ഉണ്ട്. അതല്ലേ നേരത്തെ പറഞ്ഞ ഹദീസിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തായാലും കൊടുക്കും. ഔലിയാക്കൾക്ക് അങ്ങനെയാണ്, അവരെ ദുആക്ക് ഉത്തരമാണ്. അതും ഖുർആനിലുണ്ടേ മുസ്ലിമേ. ഖുർആൻ തന്നെ പറയുന്നു,
പറയുന്നു വയസ്തജീബുല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ളവർ ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഖുർആൻ. അപ്പൊ സൽക്കർമ്മികളുടെ ദുആക്ക്, അവരുടെ ചോദ്യത്തിന് ഉത്തരമുണ്ട്. അതുകൊണ്ടാ നമ്മൾ സൽക്കർമ്മികളായ മഹാന്മാരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. അത് ദോഷം പൊറുക്കാൻ പ്രാർത്ഥിക്കാൻ, അല്ലാഹ് കാവല് പടക്കാൻ പ്രാർത്ഥിക്കാൻ, രോഗം മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കാൻ ഒക്കെ റെക്കമെൻഡ് തേടലാണെന്ന് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നു. ഇനി ഏതൊരു മുസ്ലിം മരിച്ചാലും മയ്യിത്ത് നിസ്കരിക്കാതെ മറമാടിക്കൂടാ. മുഅ്മിനീങ്ങളാ മയ്യിത്തിന് വേണ്ടി പടച്ച റബ്ബ് പുറത്തു കൊടുക്കാൻ ദിക്റും ചൊല്ലി ഫാത്തിഹയും ഓതി സലാത്തും ചൊല്ലി റെക്കമെൻഡ് ചെയ്തിട്ടല്ലാതെ മയ്യിത്തിന് മറമാടാൻ പാടില്ല. അതിൽ നിന്ന് ഒഴിച്ചു നിർത്തി ശുഹദാക്കളെ, അവർക്ക് റെക്കമെൻഡ് ആവശ്യമില്ലാത്ത വിധം വലിയ സ്ഥാനം കൊടുത്തു ശുഹദാക്കൾക്ക്. ശുഹദാക്കൾക്ക് മയ്യിത്ത് നിസ്കാരം വേണ്ട, അതവർക്ക് നൽകിയൊരു വലിയ പവറാണ് കേട്ടോ. ശുഹദാക്കൾക്ക് മയ്യിത്ത് നിസ്കാരം വേണ്ട. ഇനി ഞാനൊന്ന് പറയട്ടെ, ഇമാം ബൂസിരി ചൊല്ലിയ ഈ പദ്യത്തിനൊന്നും കൂടി മനസ്സിലാക്കാനുണ്ട്. എല്ലാവരും എഴുന്നേറ്റുന്നതൊന്ന് ചൊല്ലണം. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അപ്പൊ പല നിലക്കുള്ള റെക്കമെൻഡും പല വിഷയത്തിലും പലർക്കുമുണ്ടെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കും അതാണ് ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി. ഏത് സന്നിഗ്ധഘട്ടത്തിലും ഏത് ആകസ്മികമായി വരുന്ന മുസീബത്തിലും എല്ലാ പ്രശ്നങ്ങളിലും ഒരുപോലെ എപ്പോഴും റെക്കമെൻഡ് പ്രതീക്ഷിക്കപ്പെടുന്ന ഹബീബ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ റബ്ബിൻ വമിൻ അജമി. ദുനിയാവിലും ആഖിറത്തിലും നേതാവ്, അതേ രണ്ട് വീട്ടിലെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് എത്രത്തോളം ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ വിഷയത്തിലല്ല, ദുനിയാവിൽ മാത്രമല്ല, വഫാത്തിന്റെ ശേഷം മാത്രമല്ല, മറിച്ച് യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ. ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത മലക്കുകൾ, അവര് പോലും അണിയണിയായി നിന്നു പോകുന്ന പടച്ചവന്റെ കോടതി. ഒരാൾക്കും മിണ്ടാൻ ധൈര്യമില്ല, ഒരാൾക്കും മിണ്ടാൻ ധൈര്യമില്ല. ആ ഒരു സന്ദർഭത്തിലടക്കം ഏത് സന്നിഗ്ധഘട്ടത്തിലും എപ്പോഴും റെക്കമെൻഡ് പ്രതീക്ഷിക്കപ്പെടുന്ന നേതാവ് അതാണ് ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി. ആ സമയത്ത് ആദം നബിയെ സമീപിച്ചു നോക്കി. ആദം നബിക്ക് ധൈര്യമില്ല. അതേ നൂഹ് നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു നോക്കി. നൂഹ് നബിക്ക് ധൈര്യമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു നോക്കി. ഇബ്രാഹിം നബിക്ക് ധൈര്യമില്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു നോക്കി. ധൈര്യമില്ല. ഈസാ നബിയെ സമീപിച്ചു നോക്കി. ധൈര്യമില്ല. ഞാൻ പറഞ്ഞതല്ല, ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസാണ്.
ഹൈനമാഹും ഇസ്തഗാസൂ ബിആദം. ആ സമയത്ത് ആദം നബിയോട് സഹായം തേടി നോക്കി, റെക്കമെൻഡിന് ആവശ്യപ്പെട്ടു നോക്കി. ആദം നബിക്ക് ധൈര്യമില്ല. അങ്ങനെ വന്ന അല്ലാഹുവിന്റെ ഖലീലല്ലേ ഇബ്രാഹിം നബി, ഖലീൽ എന്ന സ്ഥാനം പ്രത്യേകം കിട്ടിയ ആളല്ലേ. ആ ഖലീലിനും ധൈര്യമില്ല, നേരിലിടപെടാൻ ധൈര്യമില്ല. അവിടെയും നേരിട്ടിടപെടാനുള്ള ധൈര്യമുള്ള ഹബീബ്, അവിടെയും നേരിട്ട് പറയാൻ ധൈര്യമുള്ള ഹബീബ്. അതാ പ്രിയപ്പെട്ട ആള് എന്ന് പറഞ്ഞത്. മറ്റുള്ളവരൊക്കെ പ്രിയപ്പെട്ടവര് തന്നെ, പക്ഷെ ആ പ്രിയം പരിപൂർണതയിലെത്തിയാൽ, അള്ളാന്റെ സ്നേഹം പരിപൂർണതയിലായാൽ, അതേ അള്ളാനോടുള്ള സ്നേഹം അതിന്റെ ഏറ്റവും വലിയ പരിപൂർണതയിലായാൽ, അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാകുമ്പോഴല്ലേ ഡയറക്റ്റ് കയറി ഒരു കാര്യം പറയാൻ ധൈര്യം വരിക. ഡയറക്റ്റ് കയറി പറയാൻ അള്ളാന്റെ കോടതിയിൽ ഇബ്രാഹിം നബിക്ക് ധൈര്യമില്ല, ഖലീലാണ് ധൈര്യമില്ല. മൂസാ നബിക്ക് ധൈര്യമില്ല, ഒരു നബിക്കും ധൈര്യമില്ല, ഒരു മലക്കിനും ധൈര്യമില്ല. അപ്പോഴാണ് നബിതങ്ങളോട് വന്നിട്ട് സർവ്വജനങ്ങളും പറയുന്നു, നരകത്തിലാണോ നരകത്തില്, സ്വർഗത്തിലാണോ സ്വർഗത്തില്, ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഒരൊറ്റ ദിവസത്തിന് 50,000 കൊല്ലത്തെ ദൈർഘ്യമാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചതെവിടെ? ഒരു ചാണുയരത്തിലാണ്, അല്ലെങ്കിൽ ഒരു മൈലുയരത്തിലാണ്. അതേ പലരും ചെരിപ്പടിക്കാല് വരെ വിയർപ്പിൽ മുങ്ങിയതാണ്. ചിലര് മുട്ടുവരെയാണ്, മറ്റു ചിലർ അരവരെ വിയർപ്പിലാണ്, മറ്റു ചിലർ കഴുത്ത് വരെ വിയർപ്പിലാണ്. ഇവിടുന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന സമയം സർവ്വജനങ്ങളും ആദം നബിയെ കണ്ടു. നബിക്ക് ധൈര്യമില്ല, ഒരാൾക്കും ധൈര്യമില്ല, അവരാരും ഹബീബായിട്ടില്ല. ഡയറക്റ്റ് സംസാരിക്കാൻ ധൈര്യമില്ല. അപ്പോഴാണ് ഹബീബായ നബിതങ്ങൾ പറയുന്നു, അവസാനം എല്ലാരും പറഞ്ഞേച്ച് എന്റെ അടുക്കലെത്തുന്നു. എന്നോട് പറയുമ്പോൾ ഞാൻ നിരാശനാക്കൂല. അനലഹ, പകരം വേറെ ചില പദ്യങ്ങളും ഖുർആൻ ഇപ്പോൾ അതില്ല. അതുപോലെ വലിയ സാധ്യതയാണ് കേട്ടോ. ബുറുദയുടെ ശറഹിൽ അതാ അത് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടുന്നു എന്നല്ലേ പറഞ്ഞത്, ഉറപ്പിച്ച് പറഞ്ഞില്ലല്ലോ. തുർജാ, പ്രതീക്ഷിക്കപ്പെടുന്നു, ആശിക്കപ്പെടുന്നു എന്നല്ലേ പറഞ്ഞത്, ഉറപ്പിച്ച് പറഞ്ഞില്ലല്ലോ. അത് ഇമാം ബൂസിരി തങ്ങളുടെ ബുദ്ധിയാണ് കേട്ടോ, ഇമാം ബൂസിരി തങ്ങളുടെ സൂക്ഷ്മതയാണ് കേട്ടോ. നബിതങ്ങൾ ഏത് പ്രശ്നത്തിനും അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടുമെന്ന് മനസ്സിലാക്കി നീ തമ്മാടിത്തം ചെയ്യണ്ട, നീ നിസ്കാരമൊഴിക്കണ്ട, നീ കുറ്റം ചെയ്യാൻ പോകണ്ട. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടുന്നു എന്നേ പറഞ്ഞുള്ളൂ. ഓരോ മനുഷ്യനും ഉറപ്പായിട്ടും റസൂലുള്ളാഹിക്ക് ശഫാഅത്തിന് അധികാരമുണ്ട്, അവിടുന്ന് ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രതീക്ഷ മാത്രമേ പറയുന്നുള്ളൂ. കാരണം അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശഫാഅത്തുണ്ടാകൂന്ന് വിചാരിച്ചിട്ട് നീ നിസ്കാരം കളാക്കണ്ട, നീ കള്ളു കുടിക്കണ്ട. അതേതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗത്തിൽ കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതിയല്ലോ, നിസ്കാരം വേണ്ടെന്ന് ചിന്തിക്കണ്ട, കള്ളു കുടിക്കാമെന്ന് ചിന്തിക്കണ്ട, പലിശ വാങ്ങാമെന്ന് ചിന്തിക്കണ്ട. ഇതുപോലെ റസൂലുള്ള ശഫാഅത്തിനുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കി. നീ തെറ്റിലകപ്പെട്ടു പോകണ്ട, നീ നിർബന്ധമാക്കിയത് കൈയൊഴിക്കണ്ട. അതിനു വേണ്ടിയാണ് ഇമാം ബൂസിരി അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ആശിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞത്. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിനെ നിഷേധിച്ച ഒരു കൂട്ടരുണ്ട്, റെക്കമെന്റിനെ നിഷേധിച്ചവരുണ്ട്. അത് മുഅ്തസിലത്താണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അടിച്ച് പരിക്കേൽപ്പിച്ചവരില്ലേ? ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ടി കൊന്നുകളഞ്ഞവരില്ലേ? മഹാനവറുകൾ എത്ര വലിയ വലിയായിരുന്നു. പക്ഷേ മുഅ്തസിലത്തിന്റെ വിവരക്കേട്, അവർക്ക് തൗഹീദ് അറിയില്ല, ശിർക്ക് അറിയില്ല. അവർ തൗഹീദിനെ ശിർക്കായി പ്രചരിപ്പിച്ചപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങൾ അവരുടെ ആ വിവരക്കേടിനെ ചോദ്യം ചെയ്തു കളഞ്ഞു. അതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ആക്രമിച്ചു. അങ്ങനെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിലിട്ടടച്ചു. അതേ, എന്നിട്ട് ഖാദി ഇബ്നു അബീ ദുആദ് എന്ന് പറയുന്ന ഒരു ഖാദി ഉണ്ടായിരുന്നു, ജഡ്ജി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്ന ഭരണാധികാരി അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ട് കളഞ്ഞു. ദിവസേന ചാട്ടവാറ് കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു. ഇതുപോലെ സുഹൃത്തുക്കളെ, അതാ ഇബ്നു നസ്റുൽ ഖുസാഇ തങ്ങളെ തലവെട്ടിക്കൊന്നു കളഞ്ഞു. ആ തല ഇങ്ങോട്ട് വെട്ടിയെടുത്തപ്പോൾ മറമാടുന്നത് വരെ തല ഖുർആനോദി കേട്ടോ, മറവ് ചെയ്യുന്നത് വരെ അതാ ശരീരത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ട തല ഖുർആൻ ഇങ്ങനെ ഓതുന്നത് കേൾക്കുകയാണ്. അത് കണ്ടിട്ടും പുത്തൻവാദി വിശ്വസിച്ചില്ല കേട്ടോ. അല്ലാഹ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാത്തവന് തെളിച്ചം കിട്ടൂല. എത്ര ആയത്ത് ഓതിയിട്ടും അതാ ഫലം ചെയ്യുന്നില്ല, എത്ര ഹദീസ് ഓതിയിട്ടും ഫലം ചെയ്യുന്നില്ല. കാരണം അല്ലാഹ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാത്തവന് ഹിദായത്ത് കിട്ടൂല കേട്ടോ. ഇത്ര വലിയ കറാമത്ത് കണ്ടിട്ടോ അതാ ആ പുത്തൻവാദികൾ വിശ്വസിച്ചില്ല. പിന്നെ കഥാ ഭരണാധികാരികളൊക്കെ മാറി വന്നപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് സംരക്ഷണം ലഭിച്ചു. ആ മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷികളാണ്, ബഗ്ദാദിലെ മുഅ്തസിലത്താണ്. ഇമാമീങ്ങളെ പിന്തുടരേണ്ടതില്ല, നമ്മൾ തന്നെ ഖുർആനും ഹദീസും നോക്കിയിട്ട് മതം പറയണമെന്ന് വാദിച്ചത് ആ ബഗ്ദാദിലെ മുഅ്തസിലത്താണ് എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ പറയുന്നുണ്ട്. ആ മുഅ്തസിലത്തിനെ പിന്തുടർന്നവരാണ് നമ്മുടെ നാട്ടിലെ പുത്തൻവാദികൾ. ഇമാമീങ്ങൾ പറയുന്നത് നോക്കണ്ട, നമ്മൾ തന്നെ ഖുർആനും ഹദീസും നോക്കണമെന്ന വാദം മുഅ്തസിലത്തിന്റെ വാദമാണ്. ഇമാമീങ്ങളെ കൊന്നവരെ വാദമാണ്. ആ മുഅ്തസിലത്തിന്റെ മറ്റൊരു വാദമാണ് അല്ലാഹുവിന്റെ റസൂലിന് ശഫാഅത്തില്ല, റെക്കമെൻഡില്ല എന്ന വാദം. അതിനവർ ഖുർആനിൽ ചില ആയത്തുകൾ ഉദ്ധരിക്കുകയാണ്. ആ ആയത്തുകൾ ഉദ്ധരിച്ചിട്ട് അവർ ജനങ്ങളോട് പറയുന്നു അതാ ശഫാഅത്തില്ല. ആ വാദം തെറ്റാണേ മുസ്ലിമീങ്ങളെ. അല്ലാഹു തആല കഴിവ് കൊടുക്കുന്നവർക്കൊക്കെ ശഫാഅത്തുണ്ട്. അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. യൗമൈദിൻ ലാ തൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വറദിയ ലഹു ഖൗലാ. അല്ലാഹു തആല കഴിവ് കൊടുക്കുന്നവർക്ക് ശഫാഅത്തുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനെ ആ നിലയ്ക്ക് ശഫാഅത്തിന്റെ സ്ഥാനത്ത് അല്ലാഹ് നിയോഗിക്കുമെന്നാണ് ഖുർആൻ. സഅയ്യബഅതക റബ്ബുക മഖാമൻ മഹ്മൂദ. എന്നാൽ ഖുർആൻ നിഷേധിക്കുന്ന റെക്കമെന്റ് ഏതാണെന്നറിയോ? അത് മുശ്രിക്കീങ്ങൾ പറഞ്ഞ റെക്കമെന്റാണ്. അതേത് റെക്കമെന്റ്? അല്ലാഹ് കഴിവ് കൊടുക്കാതെ തന്നെയുള്ള റെക്കമെന്റ് ഉണ്ടെന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞു. അതിനല്ലാഹ് ചോദ്യം ചെയ്യുന്ന മന്ദല്ലദീ യസ്ഫഉൻദഹു ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹുവിന്റെ ഓർഡർ ഇല്ലാതെ റെക്കമെന്റ് ചെയ്യുന്നവനാരടോ? അല്ലാഹുവിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഏത് കാര്യമുണ്ടാകണമെങ്കിലും കുൻ ഫയകൂൻ, ഉണ്ടാകണമെന്നൊരു ഓർഡർ അല്ലാഹുവിന്റെ പക്കത്ത് നിന്നുണ്ട്. ഉണ്ടാകണമെന്ന് അല്ലാഹ് ഉദ്ദേശിക്കും, അപ്പോഴേ ഉണ്ടാകുള്ളൂ. അപ്പൊ റെക്കമെന്റ് വേണമെന്ന് അല്ലാഹ് ഉദ്ദേശിക്കുമ്പോഴേ റെക്കമെന്റ് ഉണ്ടാവുകയുള്ളൂ. അതേത് വലിയും ഏത് നബിയും ഏത് മലക്കും അല്ലാഹ് ഉദ്ദേശിക്കാതെ റെക്കമെന്റ്
റെക്കമെൻഡ് ചെയ്യൂല. മുശ്രിക്കീകൾക്കൊരു വാദമുണ്ടായിരുന്നു, അതേ ഞങ്ങളുടെ ദൈവങ്ങൾ ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ പടച്ചവൻ ഉദ്ദേശിക്കാതെ തന്നെ പടച്ചവനോട് ചില റെക്കമെൻഡ് ചെയ്യും. ആ റെക്കമെൻഡ് ഞങ്ങളെ ദൈവങ്ങൾ ചെയ്താൽ പടച്ചവൻ ഞങ്ങളെ ദൈവങ്ങളെ അനുസരിക്കുകയല്ലാതെ പടച്ചവന് പോം വഴിയില്ല. അങ്ങനെ ഞങ്ങളെ ദൈവങ്ങളെ അനുസരിക്കാൻ മാത്രമേ അതാ പടച്ചവൻ അള്ളയാകുന്ന ദൈവം വളർന്നിട്ടുള്ളൂ, അത്രേ പടച്ചവനുള്ളൂ എന്നൊരു വിശ്വാസം മക്കയിലെ മുശ്രിക്കീങ്ങൾക്കുണ്ടായിരുന്നു. ചിലര് പറയും സുന്നികളെ വിശ്വാസമായിരുന്നു അബൂജഹലിനെന്ന്. അവർ കിതാബ് ഓതാത്തവരാണ്, മനസ്സിലാക്കാത്തവരാണ്. ഇമാം റാസി അതാ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഅ. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി വിശദീകരിക്കുകയാണ്, ഹാദാ യദുല്ലു, ഇതറിയിക്കുന്നുണ്ട്, അലാ അന്നൽ ഖൗമ, അബൂജഹലും കക്ഷികളുമാകുന്ന ജനങ്ങൾ, ഇത്തഖദു, അവർ വിശ്വസിച്ചിരുന്നു, അന്നഹു യജിബു അലല്ലാഹി ഇജാബത്തുൽ അസ്നാം. മക്കയിലെ മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന അവരുടെ ബഹുദൈവങ്ങളുണ്ടല്ലോ, ആ ബഹുദൈവങ്ങൾക്ക് ഉത്തരം ചെയ്യൽ പടച്ചവന് നിർബന്ധമാണെന്ന് ഫീ തിൽക ശഫാഅ, അവരാരാധിക്കുന്നവർക്ക് ആ ദൈവങ്ങൾ റെക്കമെൻഡ് ചെയ്യുമെന്നും ആ റെക്കമെൻഡ് സ്വീകരിക്കൽ പടച്ചവന് നിർബന്ധമാണെന്നും ആ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നു. വഹാദാ നൗ തഅത്തിൻ, അത് പടച്ചവൻ മറ്റൊരാൾക്ക് വഴിപ്പെടേണ്ടി വരിക എന്ന് പറയുന്ന ന്യൂനത അള്ളാന്റെ പേരിൽ ചുമത്തലാണ്. ഫല്ലാഹു തആല, അങ്ങനെ അല്ലാഹു തആല മറ്റൊരാളെ അനുസരിക്കേണ്ടവനല്ല, അനുസരിക്കുന്നവനുമല്ല. നഫാത്തിൽ കതാഅത, അങ്ങനെ ഒരു ദൈവത്തിനും ഒരു വ്യക്തിക്കും അല്ലാഹു തആല വഴിപ്പെടൽ നിർബന്ധമില്ലെന്നാണ് ഖൗലിഹി, അള്ളാന്റെ വാക്കുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നത്. മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഅ. ഈമാനില്ലാതെ മുശ്രിക്കായി മരിച്ചു പോകുന്ന കക്ഷികൾക്ക് ഒരു കാവല് നിൽക്കുന്ന ദൈവവുമില്ല. വലാ ശഫീഇൻ യുതാഅ, അവര് വിശ്വസിക്കും പോലെ പടച്ചവൻ അനുസരിക്കേണ്ടി വരുന്ന ഒരു റെക്കമെൻഡുകാരനുമില്ലെന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, പടച്ചവൻ അനുസരിക്കേണ്ടി വരുന്ന, അല്ലാഹു വഴിപ്പെടേണ്ടി വരുന്നവരാണ് ഞങ്ങളെ ദൈവങ്ങളെന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നുവെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഇമാം റാസി തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസക്കാരായ അബൂജഹലിനെയും കക്ഷികളെയും അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. അല്ലാഹുക്ക് മാത്രമാണ് അധികാരം, അല്ലാഹ് കൊടുക്കുന്ന കഴിവല്ലാതെ ആർക്കുമില്ല. അല്ലാഹു തആലയുടെ അല്ലാഹ് കഴിവ് കൊടുത്താലല്ലാതെ ഒരു നബിയും ഒരു മലക്കും ഒരു വലിയും റെക്കമെൻഡ് ചെയ്യൂല എന്ന് വിശ്വസിക്കുന്ന സുന്നികളുടെ പേരിൽ ആ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ വന്ന ആയത്തുകൾ ഉദ്ധരിച്ച് സുന്നികളൊക്കെ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടുന്നത് കൊണ്ട് മുശ്രിക്കാണെന്ന് പറയുന്നവര്, ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നവര്, ലോകത്തുള്ള മുഖ്യധാര മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നവര്, ഇസ്ലാമിനോട് ചെയ്യുന്ന കടുത്ത വഞ്ചന, മുസ്ലിമീങ്ങളോട് ചെയ്യുന്ന കടുത്ത ധിക്കാരം, ഇസ്ലാമിനെ അട്ടിമറിക്കുന്നത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണേ. അള്ളാന്റെ റസൂലിനോട് ശഫാഅത്ത് തേടുന്നതിനോ മഹാന്മാരോട് ശഫാഅത്ത് തേടുന്നതിനോ ഒരു പണ്ഡിതനും ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല. ഖുർആൻ അറിയുന്ന ആരും പറഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയ്യ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് സഹായം ചോദിച്ചവർക്ക് റസൂലുള്ള സഹായിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനയാൾ പറഞ്ഞ മറുപടി അള്ളാന്റെ റസൂലിന്റെ ജീവിതകാലത്ത് വല്ലതും യാചിക്കാൻ വന്നാൽ റസൂലുള്ള കൊടുക്കാറുണ്ടല്ലോ, അതുകൊണ്ട് യാചന നല്ലതാന്ന് വരൂലല്ലോ. അതുപോലെ അള്ളാന്റെ റസൂൽ അങ്ങനെ കൊടുത്തിരുന്നത് റസൂലുള്ള കൊടുക്കാഞ്ഞിട്ട് അവർക്കൊരു വല്ലായ്മുണ്ടായിട്ട് ഈമാൻ തെറ്റിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ റസൂലുള്ളാഹിനോട് ഖബറിങ്കിൽ വന്ന് സഹായം ചോദിച്ചപ്പോ കൊടുത്തത് ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനാണ് എന്നാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. അപ്പൊ ഏതായാലും റസൂലുള്ളാഹിനോട് ചോദിച്ചുകൊണ്ട് ഈമാൻ തെറ്റിയിട്ടില്ല.
പറ്റൂല എന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം നോക്കിയാൽ അത് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, വിവരമുള്ള ഒരു വ്യക്തിയും റസൂലുള്ളാഹിനോട് തേടുന്നത് കൊണ്ട് മുശ്രിക്കിന്റെ പണിയായി പോകുമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അറിവില്ലാത്തവർ ലോകത്തുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടക്കം റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണമെന്ന് പറയുമ്പോ, ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദ് അടക്കം തേടാൻ പറയുമ്പോ, മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന് നിങ്ങളറിയില്ലേ, ഈ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നോ, ദൂരെയുള്ളവരടുത്തോട്ട് വന്നോ. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ ഒരു വസ്തു കൊണ്ടുവന്ന് വദിയത്ത് വെച്ചു. ഒരു സാധനം കൊണ്ടുവന്നിട്ട് സൂക്ഷിക്കാൻ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു, ഞാൻ ചോദിക്കുമ്പോൾ തന്നാ മതി. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് മുൻകദിർ തങ്ങൾ ഇതെടുത്ത് ഉപയോഗിച്ചു. സുബ്ഹാനല്ലാഹ്, കുറഞ്ഞ ദിവസം കൊണ്ട് അദ്ദേഹം മടങ്ങി വന്നു. സാധനം തരണോന്ന് പറഞ്ഞു. മഹാനായ മുഹമ്മദ് മുൻകദിർ തങ്ങൾ എന്താ ചെയ്തത്? അതേ ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഅമി. ഇമാം മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരെ കൂട്ടത്തിൽ, ഉസ്താദുമാരെ പരമ്പരയിലുള്ള മഹാനാണ് കേട്ടോ. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗദ ശരീഫിന്റെ സമീപത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നതാ എന്റെ പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങള് അവിടെ നിന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്തും മിമ്പറിന്റെ സമീപത്തും ചെന്നിട്ട് നേരം വെളുക്കുന്നത് വരെ അതാ നബി തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നേരം വെളുക്കാൻ നോക്കുമ്പോൾ അതാ മുഹമ്മദ് മുൻകദിർ തങ്ങൾക്കൊരു ചെറിയ പൊതി ഒരാൾ കൈനീട്ടുന്നു. ആ പൊതി കൊണ്ടുപോയി കഴിച്ചു നോക്കുമ്പോൾ 80 ദീനാറാണ്. 80 ദീനാറായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് സാധനം കിട്ടുകയാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ ഇമാമിങ്ങളുടെ ചരിത്രത്തിലുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഇമാം ബൂസിരി പറഞ്ഞത്, ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഅമി. ഏത് പ്രശ്നത്തിനും റക്കമന്റ് പ്രതീക്ഷിക്കപ്പെടുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് പുത്തനാശയക്കാർ ശഫായത്ത് തേടരുത്, മങ്കൂസ് മൊല്ലി തോതരുത്, അശഫായത്ത് അബുലാന്തില്ല മുശിരിക്കായി പോവും എന്നൊന്നും പറഞ്ഞ ആരും ബേജാറാണ്ട, ആരും ബേജാറാണ്ട. സുബ്ഹാനല്ലാഹ്, ഞാൻ ബുറുദ ബൈത്ത് സംസാരിക്കാൻ തന്നെ ഒരു കാരണം, കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ 25ാം വാർഷികം നിശ്ചയിച്ചു. അപ്പൊ 25ാം വാർഷികം കഴിയുമ്പോൾ സിറാജുൽ ഹുദ തുടങ്ങാനൊരു കാരണമുണ്ടല്ലോ. അത് എന്താണ്? 1980 കാലത്ത്, ഏകദേശം ഒരു 35 കൊല്ലം മുമ്പ് ഞാൻ പുല്ലൂക്കര ജുമാഅത്ത് പള്ളി പഠിക്കുമ്പോ 2-3 ആളുകൾ എന്നെ വയലിന് വിളിക്കാൻ വേണ്ടി വന്നു. അല്ലാഹു തആല അവരൊക്കെ ഖബറിൽ സന്തോഷം കൊടുത്തു, അവർക്ക് മരിച്ചുപോയി. അപ്പൊ എന്താ പ്രശ്നോ? അവിടെ കുറ്റ്യാടിക്കയുടെ അക്കര അടുക്കത്ത് നിന്ന സ്ഥലത്ത് നിന്ന് ഒരു മൗലിദോതി അവരൊക്കെ ശിർക്കീത മുശ്രിക്കുകളായി പോയി, പേച്ചുപോയി ഒരു മൗലവി എന്ന് പ്രസംഗിച്ച്. അപ്പൊ അതുകൊണ്ട് സങ്കടപ്പാടായി. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്ത് എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട മർഹൂം അരീക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരാണെന്ന് തോന്നുന്നു. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പറഞ്ഞു കൊടുത്ത ഒരു ചെറിയ മുതഅല്ലിമുണ്ട് പ്രസംഗിക്കുന്ന കുറ്റ്യാടി ഇവിടെ പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ, നിങ്ങൾ പോയി വിളിച്ചോളി എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ് എന്റെ അറിവ്. അങ്ങനെ എന്നെ വിളിക്കാൻ വന്നതാ. ഞാൻ അന്ന് പ്രസംഗിക്കാൻ പോയി. അങ്ങനെ പ്രസംഗിക്കാൻ പോയി ഞാൻ 2 ദിവസം പ്രസംഗിച്ചു. അങ്ങനെയാണ് 11 മഹല്ലില് സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പള്ളിയും മദ്രസയും കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ഇല്ലായിരുന്നു. ആ 11 മഹല്ലിലും അൽഹംദുലില്ലാ പിന്നീട് പള്ളി ഉണ്ടാക്കാനും അതുപോലെ എല്ലാ സ്ഥലത്തും സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസ ഉണ്ടാക്കാനും നിങ്ങളുടെ ഇവിടെ ഈ മേപ്പയ്യൂർ മണ്ഡലത്തിൽ തന്നെ കുറേയേറെ പള്ളികൾ നിർമ്മിക്കാനും മദ്രസകൾ സ്ഥാപിക്കാനും നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങാനും സുന്നത്ത് ജമാഅത്തിന്റെ ആശയമനുസരിച്ചുള്ള കുട്ടികളെ വളർത്താനും ഒക്കെ അള്ളാഹു അവസരം തന്നതിന്റെ ആദ്യത്തെ തുടക്കം ഒരു മൗലിദിന് അനുകൂലമായി വയലറിയാൻ പോയതാ. ആ പൊരയിലൊരു മൗലൂദ് കഴിച്ചതിന്റെ ബർക്കത്താണ്, മൗലിദിന്റെ ബർക്കത്താണ് സിറാജുൽ ഹുദ സ്ഥാപനം മുഴുവനും. അതുകൊണ്ട് 25ാം വാർഷികം നടക്കുമ്പോ
അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ മദ്ഹ് ഉൾക്കൊള്ളുന്ന ബുറുദ ബൈത്തിന്റെ അർത്ഥം ആദ്യം മുതൽ അവസാനം വരെ 162 പദ്യവും സംസാരിച്ച് അതിന്റെ അർത്ഥവും വിശദീകരണവും ജനങ്ങൾക്ക് കൈമാറണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ബുറുദ ബൈത്ത് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് തന്നെ. അൽഹംദുലില്ലാഹ് നമ്മൾ കുറഞ്ഞ ബൈത്തേ ഇതുവരെയായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കിയും കൂടി സംസാരിക്കാൻ അല്ലാഹു തആല അവസരം തരട്ടെ. ഈ ബൈത്ത് തന്നെ ഇനിയും ഒരുപാട് വിശദീകരിക്കാൻ ഇമാമിങ്ങൾ വിശദീകരിക്കാനുണ്ട്. ബുറുദ ബൈത്തിൽ എത്രയോ വലിയ വലിയ ഇമാമിങ്ങൾ, സക്കരിയ അൽ-അൻസാരി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി ഇമാം ബിസ്താമി റളിയല്ലാഹു അൻഹു, എത്ര വലിയ വലിയ ഇമാമിങ്ങളാണ് ബുറുദ ബൈത്തിന് വ്യാഖ്യാനം എഴുതിയത്. സുഹൃത്തുക്കളെ, ആ വ്യാഖ്യാനങ്ങളൊക്കെ നോക്കി തീർക്കാൻ തന്നെ എവിടെ സമയം കിട്ടുന്നു? അപ്പൊ എത്രയോ ഇമാമിങ്ങൾ വ്യാഖ്യാനം എഴുതിയ വളരെ വലിയ പുണ്യവും മഹത്വവുമുള്ള ബൈത്താണ് ബുറുദ ബൈത്ത്. അത് കല്യാണ വീട്ടിലും അതുപോലെ തന്നെ പല സ്ഥലത്തും പഴയ കാലത്ത് ചൊല്ലാറുണ്ടെന്ന് അതാ കശ്ഫുദ്ദൂൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ബർക്കത്തുവർക്കും ബുറുദ ബൈത്ത് ചൊല്ലിയാൽ, അതുകൊണ്ട് കല്യാണ വീട്ടിലൊക്കെ ഗാനമേളയൊക്കെ നിർത്തിയിട്ട് ബുറുദ ബൈത്ത് ചൊല്ലൽ പരിപാടിയാക്കണം. ബുറുദ ബൈത്ത് ഇല്ല. ബുറുദ ബൈത്തിന്റെ ഇടയ്ക്ക് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബ്ദാനുള്ള സലാത്തിൽ ഒരു പ്രത്യേകം പുണ്യമാണ്. അതൊക്കെ ഞാൻ എന്റെ പ്രസംഗങ്ങളിൽ മുമ്പ് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ അത്തരം വിഷയത്തിലൊന്നും കടക്കാതിരുന്നത്. ബുറുദ ബൈത്ത് ഇമാം ബൂസരി തങ്ങൾ ചൊല്ലിയത് തന്നെ മഹാനവറുകൾക്ക് വാതരോഗം പിടിച്ച് ഒരു ഭാഗം തളർന്നു കിടന്നുപോയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകമായ ഒരു മദ്ഹ് ചൊല്ലാൻ തീരുമാനിച്ച് അങ്ങനെ കിടപ്പിൽ ഈജിപ്തിൽ രോഗത്ത് കിടക്കുമ്പോൾ ചൊല്ലിയതാണ്. ചൊല്ലിക്കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചു. അമിൻ തദകൂരി ജീറാനിം ബി സലമി മസജ്ത ദം അൻജറാനി മുഖ്ലതിം ബിദമി. ഒന്നാമത്തെ പദ്യമാണ്. അത് മുതൽക്ക് ചൊല്ലി അങ്ങ് കേൾപ്പിച്ചു കൊടുത്തു. തീർന്നപ്പോൾ അതാ പദ്യത്തിനിടയിൽ റസൂലുള്ളാഹിന്റെ സഹായമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് വരുന്നുണ്ട്. അങ്ങനെ ചൊല്ലി അങ്ങ് തീർന്നപ്പോ കൈകൊണ്ടങ്ങ് തടകിക്കൊടുത്തു. സ്വപ്നത്തിലങ്ങ് തടകിക്കൊടുത്തു. അപ്പോൾ തന്നെ രോഗമങ്ങ് മാറിപ്പോയി. ആരോഗ്യത്തോടെ പിറ്റേ ദിവസം ഈജിപ്തിലിറങ്ങി നടക്കുകയാണ്. പോരാതിന്റെ പുറമേ അവിടുന്ന് ഒരു സാലെടുത്തങ്ങ് പുതപ്പിച്ചു. ഇവിടെ ഇപ്പോൾ ഒരുപാട് കാലം മദ്രസയിൽ സേവനം ചെയ്തതിന്റെ പേരിൽ നമ്മൾ സാല് പുതപ്പിച്ചില്ലേ? നബി തങ്ങളൊരു സാലെടുത്തങ്ങ് പുതപ്പിച്ചു ഇമാം ബൂസരി തങ്ങളെ. അതുകൊണ്ട് ആ ബുറുദ എന്നുള്ള പേര് വന്നത്, ബുറുദ എന്ന വാക്കിന്റെ അർത്ഥം പുതപ്പ് എന്നാണ്. ആ പേര് വന്നത് അതുകൊണ്ടാണ്. അങ്ങനെ സാല് പുതപ്പിച്ചു ഇമാം ബൂസരി. പിറ്റേ ദിവസം രാവിലെ ഈജിപ്തിലൂടെ നടക്കുമ്പോ സ്നേഹിതൻ അബൂ റജാ റളിയല്ലാഹു അൻഹു കണ്ടു. അബൂ റജാ തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മദ്ഹ് നിങ്ങൾ പാടിയിട്ടുണ്ട്, അതൊന്നും എനിക്ക് തരണം. മഹാനവറുകൾ വിചാരിച്ചു, ഇദ്ദേഹം എങ്ങനെ അറിയും എന്റെ പദ്യം? കാരണം ഞാൻ വീട്ടിൽ കിടക്കുമ്പോ ആർക്കും കൊടുത്തിട്ടില്ല, ആരും കേട്ടിട്ടില്ല, കേൾപ്പിച്ചിട്ടില്ല. ഈ പദ്യത്തെക്കുറിച്ച് ആവൂല ചോദിച്ചത്. മുളരിയുണ്ട്, ഹംസിയുണ്ട്, ഞാൻ ചൊല്ലിയ വേറെ പദ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചാ ചോദിച്ചത് എന്ന് മനസ്സിലാക്കി ഇമാം ബൂസരി തങ്ങള് ചോദിച്ചു, ഏത് പദ്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ മഹാനായ പണ്ഡിതന് ഇങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. ആമീൻ തദകൂരി ജീറാനിം ബി സലമി തുടങ്ങുന്ന പദ്യമാണ്. നിങ്ങൾക്കത് എവിടുന്ന് കിട്ടി? നിങ്ങൾ എവിടുന്ന് മനഃപ്പാഠമാക്കി? നിങ്ങൾ ഇന്നലെ രാത്രി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ പദ്യം ചൊല്ലിക്കൊടുത്തപ്പോൾ കാറ്റടിക്കുന്ന സമയത്ത് കരിമ്പിന്റെ തണ്ട് ആടും പോലെ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷം കൊണ്ടാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനഃപ്പാഠമാക്കിയതാണ് ഇമാം ബൂസരി. ഇമാം ബൂസരി കോപ്പി കൊടുക്കുന്നു. ബുറുദ ബൈത്ത് ഒരു സാധാരണ ബൈത്തല്ല കേട്ടോ. ഒരൊറ്റ വരികൾ തന്നെ മാസങ്ങളോളം സംസാരിക്കാനുള്ള പദ്യങ്ങളാണ്. ആ ബൂസരി തങ്ങളുടെ പദ്യം ചൊല്ലി സംസാരിക്കുന്ന സാധുക്കളായ നമ്മെ അല്ലാഹ് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും റബ്ബ് നമുക്ക് മാപ്പ് നൽകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ സദസ്സുകളും അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകുന്ന സ്ഥാപനങ്ങളും സദസ്സുകളുമായി ഖബൂൽ ചെയ്യട്ടെ. എന്റെ ഉമ്മമാരെ,
പേരാമ്പ്രയിൽ സിറാജുൽ ഹുദയുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അതേ മേപ്പയ്യൂരിലുണ്ട്, വടകരയിലുണ്ട്, നാദാപുരത്തുണ്ട്, പാറക്കടവിലുണ്ട്, പെരിങ്ങത്തൂരിലുണ്ട്, കുറ്റ്യാടിയിലുണ്ട്, തൂവക്കുന്നിലുണ്ട്. 8 സ്കൂളുകളിലും നമ്മുടെ മക്കൾക്ക് ദീനും ദുന്യാവും ഒരുമിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കുന്നുവെങ്കിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതാ നിങ്ങൾ മരിച്ചാൽ യാസീനോതുന്ന, നിങ്ങൾക്ക് ഖുർആനോദി ദുആ ചെയ്യുന്ന, നിങ്ങളെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആഖിറം രക്ഷപ്പെടാൻ അധ്വാനിക്കുന്ന മക്കളെ കിട്ടും. അതുപോലെ അച്ചടക്കമുള്ള മക്കളെ കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മുഴുവൻ കുട്ടികൾക്കും ഡിസിഷൻ തന്നുകൊണ്ട് എത്രയോ കൊല്ലമായി അല്ലാഹു തആല നമ്മുടെ സ്ഥാപനങ്ങളെ വളരെ അഭിവൃദ്ധിപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹമായ അമലായി സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 12, 13 മുളിയങ്ങൽ പേരാമ്പ്ര നമ്മുടെ ഈ പ്രസംഗത്തിന്റെ നാദാപുരത്തിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് പേരാമ്പ്ര മുളിയങ്ങൽ വെച്ച് അവിടെയുള്ള നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുറ്റത്ത് വെച്ച് നടത്തും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. നമുക്ക് അല്ലാഹുവോട് ദുആ പിരിയണം. ഞാൻ പലരോടും സംഭാവനകൾ തരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടാവും, എല്ലാവരും തരണം. പക്ഷെ ഒരു കാര്യം ഞാൻ ഇതിലിടക്ക് ഓർമ്മിപ്പിക്കുകയാണ്. മിഞ്ഞാന്ന് കുറ്റ്യാടിയിൽ വേല നിർത്തുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ പാറക്കടവിൽ വെറുതെ ഒരു പ്രശ്നം വലിച്ചിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല മല പോലെ വന്ന് മഞ്ഞ് പോലെ ഉരുക്കി കളയട്ടെ. എല്ലാ ഷർറുകളും അല്ലാഹു തആല തടുക്കട്ടെ. സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് ഒരൊറ്റ കുട്ടി, ഒരു കുട്ടി പോലും സ്കൂളിൽ നിന്ന് പിരിഞ്ഞുപോയില്ല, ഒഴിഞ്ഞുപോയില്ല എന്ന് മാത്രമല്ല, എല്ലാ കൊല്ലത്തെക്കാളും കൂടുതൽ അഡ്മിഷൻ ഉണ്ടായി ഈ കൊല്ലം പാറക്കടവ് സ്കൂളിൽ. എല്ലാ സ്കൂളിലും കൂടുതലുണ്ട്, പാറക്കടവ് സ്കൂളിൽ പ്രത്യേകിച്ച്. എന്ന് മാത്രമല്ല, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിന്റെ വകയിൽ പാറക്കടവ് സ്കൂളിന് പ്രത്യേകം ഒരു സർട്ടിഫിക്കറ്റ്, ഏറ്റവും കൂടുതൽ സമ്മാനം മാർക്ക് വാങ്ങി എന്നുള്ള നിലക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് ടീച്ചർമാർക്ക്. അല്ലാഹു തആല തന്ന ബർക്കത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ പാറക്കടവിലെ പിന്നീട് ഏറ്റുപിടിച്ചവരും അതിൽ പെട്ടുപോയവരൊക്കെ പെട്ടുപോയവരാ. അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരു കൂട്ടരുണ്ട്. അല്ലാഹു അവരെ നന്നാക്കട്ടെ. അത് അമുസ്ലിം സഹോദരന്മാരല്ല. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ആ കക്ഷികള് ആ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷ്യം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? എനിക്കറിയാം നന്നായിട്ട്. അവിടെ ഒരു വലിയ ഉദ്യോഗസ്ഥൻ വന്ന്, ആ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പലതും ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്ന കൂട്ടത്തില് വലിയ ഉദ്യോഗസ്ഥനാ. അയാള് ചോദിച്ച്, ഇതിന് അംഗീകാരമുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ നടക്കുന്ന അഗതി മന്ദിരത്തിന് അംഗീകാരമുണ്ടോ? പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിന് അംഗീകാരമുണ്ടോ? നമ്മുടെ സ്കൂളുകൾക്ക് അംഗീകാരമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് CBSE സിലബസ് പ്രകാരം പഠിപ്പിക്കുന്ന സ്കൂളാണ്. അംഗീകാരം, ഇതിന് അംഗീകാരമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അംഗീകാരമുണ്ട്. അതിന്റെ പേപ്പറും ഒക്കെ അങ്ങോട്ട് കാണിച്ചു. അപ്പൊ ഇയാള് മെല്ലെ അതിൽ ചെറിയ കളി കളിച്ച വേറൊരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനോട് പറയാം, ഇത് ഗവൺമെന്റ് അംഗീകാരമുള്ള സ്ഥാപനം കേട്ടോ എന്ന് ഈ വലിയ ഉദ്യോഗസ്ഥൻ ചെറിയ ഉദ്യോഗസ്ഥനോട് പറയാം. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ അഗതി മന്ദിരം പൂട്ടിക്കല ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലായി. അതിനാണ് ഈ ഫിത്തന നേതൃത്വം ഉണ്ടാക്കിയതെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു വരുന്നത്, അംഗീകാരം എന്ന് പറയുന്നത്, ഗവൺമെന്റ് അംഗീകാരം എന്ന് പറയുന്നത് ഒരുപാട് നിബന്ധനകൾക്ക് വിധേയമായി കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ആ അംഗീകാരം ഇങ്ങനെ കൊല്ലത്തിൽ പുതുക്കണം, പലപ്പോഴും പുതുക്കണമെങ്കിൽ അവർ വന്ന് നോക്കിയിട്ട് അത് വേണം ഇത് വേണം ഇങ്ങനെ പറയും. അപ്പൊ വേണ്ട ചെയ്തു കൊടുക്കണം. അപ്പോഴാണ് അവർ അംഗീകാരം പുതുക്കി തരിക. ഇപ്പൊ വന്നപ്പോ കുട്ടികൾക്കൊക്കെ കിടക്ക കൊടുക്കണമെന്ന് പറഞ്ഞു. കുട്ടികൾക്കൊക്കെ കിടക്ക കൊടുക്കണം അഗതികളായ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു. ഞാൻ എന്റെ മക്കൾക്ക് എന്റെ വീട്ടിൽ കിടക്ക കൊടുക്കലില്ല.